ഹായ് വാണ്ടർസ്കേപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളുടെ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്, ആ സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത്തവണ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ലോങ് ഡ്രൈവിനാണ്. ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്ട് കൂടെ ഡ്രൈവ് ചെയ്ത് കാർ ഓടിച്ചു പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നല്ല രസമാണ്. നമ്മൾ വിചാരിക്കില്ല, അധികം കേട്ടിട്ടുണ്ടാവില്ല പല ആൾക്കാരും. പക്ഷെ ആ ബ്യൂട്ടിഫുൾ വാലീസ്, ബ്യൂട്ടിഫുൾ ഹിൽസ്, പിന്നെ ലേക്സ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഇത്ര അവിടുത്തെ പ്രത്യേകമായ കാഴ്ചകൾ. പട്ടണങ്ങൾ വിട്ടുകഴിഞ്ഞാൽ പൊതുവെ ശാന്തമായ വലിയ തിരക്കൊന്നുമില്ലാത്ത റോഡുകളും സ്ഥലങ്ങളുമാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഇതുപോലെ പരന്നു കിടക്കുന്ന പ്രദേശങ്ങൾ ധാരാളം കാണാം. ഇതുപോലുള്ള ഉൾപ്രദേശങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി കുറവാണ്. രണ്ട് സൈഡിലും ഓരോ വരികളൊക്കെ ഉണ്ടാവാറുള്ളൂ. വാഹനങ്ങളും പൊതുവെ കുറവാണ്, വളരെ അധികമൊന്നും ഉണ്ടാവാറില്ല. മോട്ടോർ വേസിലാണ് അധികം ട്രാഫിക് ഉണ്ടാവുക. ഇതുപോലത്തെ ചെറിയ റോഡുകളിലൊക്കെ പരിമിതമായ ട്രാഫിക്കേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കൂടെയുള്ള ഡ്രൈവ് കുറേയും കൂടി ആസ്വാദികരമായിട്ട് തോന്നാറുണ്ട്. ലോങ് ഡ്രൈവാണ് ഈ യാത്രയുടെ ഉദ്ദേശം. പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ട് ഇറങ്ങി ആസ്വദിച്ച്, ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഇറങ്ങി ഒന്ന് നോക്കി വീണ്ടും യാത്ര തുടരുക എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ പ്ലാൻ. അത് അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ആൾക്കാർക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം എന്താ ഇവിടെ ഉള്ളതെന്ന്. ഇതുപോലുള്ള ചെറിയ വഴി കൂടെയൊക്കെ പോകുമ്പോൾ വേറൊരു ഫീലാണ്. മരങ്ങളും ഇതൊക്കെ ആയിട്ട് ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു റിഫ്രഷിങ് ഫീലാണ്. പിന്നെ ഇവിടുത്തെ വെതർ പറയുകയാണെന്ന് വെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് മാറാം. ഇപ്പോൾ ഇങ്ങനെ സണ്ണി ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിലും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വെതർ ആകെ മാറി ഇരുണ്ട് മൂടിയതാവാനുള്ളതുണ്ട്. അതാ കണ്ടില്ലേ, ആ സൈഡിൽ നോക്കൂ, മേഘങ്ങളൊക്കെ കൂടി ഒരു പ്രത്യേക ഒരു ഫീല് കാണാനുണ്ട്, ഒരു സംതിങ് ഡിഫറെൻറ്റ്. ഇതവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണാനുണ്ട്. ഇതുപോലത്തെ ധാരാളം കാണാം കേട്ടോ പോണ വഴിക്കൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും ഒരു ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ അവിടെ തന്നെ നിർത്തി ഇറങ്ങി അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് സ്ഥലം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയതിൻ്റെ ഫോട്ടോ എടുക്കലോ അല്ലെങ്കിൽ ഇറങ്ങി നിന്ന് ആസ്വദിക്കലോ ഒന്നും നടക്കില്ല. വല്ല സ്ഥലത്തും നിർത്താനൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിർത്തി നോക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒതുക്കിയിടാൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തു ആ വെള്ളച്ചാട്ടം കാണാനും. ഇനി അങ്ങോട്ട് കുറച്ച് വാലിയാണ്, അതുകൊണ്ട് ആഹാ എന്താ രസം. വാവ്, പുൽമേടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണ. ആഹാ വാവ് വാവ്, പിക്ചറസ്ക്.
ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരണത് തന്നെ നമുക്ക് എന്തൊരു റിഫ്രഷിങ്, എന്തൊരു വാവ്. ഒരു ചെമ്മരിയാട്, ചെറിയൊരു ചോല ഒഴുകുന്നുണ്ട് സൈഡിൽ കൂടെ. രണ്ട് ഭാഗത്തും ഇങ്ങനെ മലകള്, തിരക്കൊന്നുമില്ലാത്ത വഴി. നോക്കൂ, ആ ഒറ്റ വരെ റോഡ് കാണാം കേട്ടോ. നല്ല കാലാവസ്ഥ, നല്ല വെയിലും അധികം ചൂടുമില്ല, ചെറിയൊരു ക്ലൗഡി ആയ കാരണം ആ കാഴ്ചയുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. വെറുതെ ഇതിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണത് തന്നെ എന്ത് രസാ. വാവ്. അവിടെ എന്താ ഒരു മൈനിങ് എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോണിസ്റ്റർ പാസ് കൂടെ പാസ് ചെയ്യാണ്. വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് ഡ്രൈവ് വേസ് എന്നാണ് കണ്ടത് ഇതിനെക്കുറിച്ച്. ഈ പാസ്, രണ്ട് മലയിടുക്കിൽ കൂടെയുള്ള വഴി നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. ഇതേ ആൾക്കാർ നടക്കണു, ഓടണു. ചെറിയ റോഡാട്ടോ. ആ ഒരു ചോല ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും മല ഇടുക്ക്. അങ്ങനത്തെ മല റോഡ് കാണാം കേട്ടോ. ആഹാ, വാവ്. സ്കോട്ട്ലൻഡിലും ഒക്കെ ഇതേപോലെ ഉണ്ട് കുറേ. ഹൈലാൻഡ്സിലേക്ക് പോകുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എത്ര നമുക്ക് കണ്ടാലും മതിയാവില്ല. ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് അത്. അയ്യോ, എന്താ രസം. എന്തിനാ വേറെ സ്ഥലങ്ങളിലൊക്കെ പോണത്? കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാൽ തന്നെ എന്താ ഒരു സുഖം. ഈ മലകളൊക്കെ സ്ലേറ്റ്സ് ആണ് അതുകൊണ്ട്, സ്ലേറ്റ് ഹിൽസ്. ഇവിടെ ഒരു മൈൻ ഉണ്ടെന്നൊക്കെ വായിച്ചു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് വേണമെങ്കിൽ പാർക്ക് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ. നമുക്കിവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. എന്താ രസാല വ്യൂ കാണാൻ. ആ റോഡ് നോക്കും, അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വരുന്നുണ്ട്. ആ വണ്ടികൾ വരുന്ന കാണാനും കൂടിയും ഭംഗി, അത്രയും രസം. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇതേ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ ഇവിടെ എത്തി. നടന്നിട്ട് അവർ നമ്മളെ തോൽപ്പിച്ചു. പൊതുവേ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവട്ടോ. എന്താ പൊല്യൂഷനൊന്നും ഇല്ലാതെ, ബഹളമൊന്നും ഇല്ലാതെ, അധികം ആൾക്കാരും അങ്ങനെയല്ലേ
ഇവിടെ ആൾക്കാരൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ വരുന്നുണ്ടാവും, വന്ന് എന്താ ഓവർ നൈറ്റ് ക്യാമ്പ്സ്, അതേമാതിരി ട്രക്കിങ് ട്രെയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും കഴിയുന്നതും പ്രകൃതിയെ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ മലിനമാക്കാതെയാണ് ഇവിടെ ഉള്ളവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ചോലയിലധികം വെള്ളമൊന്നുമില്ല, എന്നാലും ആ ടോട്ടൽ സെറ്റിംഗ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ സിനിമയിലൊക്കെ പറയണ വഴി പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ സ്ഥലം. അവിടെ ആ മലനിരകൾ കാണാനുണ്ട്, റോഡ് വളഞ്ഞു പൊളഞ്ഞു പോണു, ചെറിയ ചെറിയ ഇതുപോലത്തെ ബ്രിഡ്ജ് കാണാനുണ്ട്. അപ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ കുറേ ലേക്സ് ഉണ്ട്. ഈ ഹോണിസ്റ്റർ പാസ് വൺ ഓഫ് ദ സീനിക് ഡ്രൈവ്സ് ആണ്. ഇതുപോലത്തെ വേറെയും കുറേ ഉണ്ട് കേട്ടോ ഡ്രൈവ്സ് പല ഭാഗങ്ങളായിട്ട്. പിന്നെ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് ലിവർപൂളിൽ നിന്ന്. ഇതൊക്കെ അടുത്താണ് പീക്ക് ഡിസ്ട്രിക്റ്റ്, ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലത്തെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡ്രൈവ്സും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും വേറെ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ചൊന്നും. പക്ഷെ ഈ ഇങ്ങനെ ഓടിച്ചു പോകാൻ എന്തൊരു രസമാണ്. നമുക്ക് ശരിക്കും വേറെ എന്താ വേണ്ടത്? സന്തോഷമായിട്ട് ഇങ്ങനെ അതിൽ കൂടെ പോകുമ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് റിലാക്സായി പാട്ടൊക്കെ കേട്ട് അത്രയ്ക്കല്ലേ വേണ്ടു ശരിക്കും സന്തോഷിക്കാൻ. ഇവിടെയും ഒരു സ്ഥലമുണ്ട് നിർത്താൻ, നമുക്ക് നിർത്തി നോക്കാം. യെസ്, ഒരു സ്പോട്ടുണ്ട് അവിടെ. മലഞ്ചെരുവ്, ചോല. നല്ല കവിതയൊക്കെ എഴുതാൻ ഇതുള്ള ആൾക്കാർക്കൊക്കെ വന്നാൽ ഇൻസ്പയർഡായിട്ട് എഴുതാം. കുറ്റമൊന്നുമല്ല കേട്ടോ ഇവിടെ ഉള്ള ഒരു പോയറ്റ്സും റൈറ്റേഴ്സൊക്കെ ആവണത്. അത്രയും ഇൻസ്പയറിംഗ് ആണ് ഈ പ്രകൃതി. ഇതാ വേറൊരു ലേക്ക് നീണ്ട് പറന്ന് കിടക്കുക തന്നെയാണ് കേട്ടോ. ആൾക്കാർ ഇവിടെ വന്ന് ഫിഷിങ് ചെയ്യും, ചിലപ്പോൾ ക്യാമ്പിങ് ചെയ്യും. ഇതിന് ചെറിയ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ടാവും, അതിൽ കൂടെ നടക്കും. അങ്ങനല്ലേ സ്പ്രിങ് മുതൽ ഒരു ഏർലി ഓട്ടം വരെ നല്ല ഔട്ട്ഡോഴ്സ് ആക്ടിവിറ്റീസിന് പറ്റിയ സമയമാണല്ലോ. അപ്പോൾ പൊതുവെ എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കാരവനിലും ക്യാമ്പിലും ഒക്കെ വന്ന് താമസിക്കുക, അല്ലെങ്കിൽ ഡ്രൈവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പാസ് ടൈം. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമ്പർ കാരവൻ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ നിർത്തി നമുക്ക് നോക്കാം. ഇപ്പം ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ പോണ തന്നെ ഒരു വ്യത്യസ്ത അനുഭവമാണ്. ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. മലനിരകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ഞങ്ങളുടെ കൂടെയുള്ള ഈ ഡ്രൈവ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ നല്ല കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.